തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. അബുദാബിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ച മൂന്നിയൂർ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ PVP ഖാലിദിനെ അനുസ്മരിച്ച് 1992 ബാച്ച് വിദ്യാർത്ഥികൾ. മൂന്നിയൂർ കളത്തിങ്ങൽപ്പാറ സ്വദേശിയായ ഖാലിദ് അബുദാബിയിൽ തന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വെള്ളിയാഴ്ചയാണ് കാൽത്തന്നെ വീണ് മരിച്ചത്. 20 വർഷത്തിലധികമായി ഖാലിദ് അബുദാബിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മാതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത് നാട്ടിൽ വന്നുപോയിട്ട് 2 മാസം ആവുന്നുള്ളായിരുന്നു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാട്ടിലും വിദേശത്തും സജീവമായിരുന്ന ഖാലിദിന്റെ ഓർമ്മയിൽ സഹപാഠികൾ കളത്തിങ്ങൽപ്പാറയിൽ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചു. ഖാലിദിന്റെ സ്മരണാർത്ഥം ജീവകാരുണ്യ മേഖലയിൽ സജീവമാകുവാനും യോഗത്തിൽ തീരുമാനിച്ചു. നമ്മളെ ഒരു ചെറിയ പരിപാടി, ഒരു മെസ്സേജ് എത്തുമ്പോൾ ഇത്ര ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് ഖാലിദ് ആണെങ്കിലും ഏറ്റവും വലിയ ഉദാഹരണം. ഖാലിദിന്റെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ആളുകളുടെ ഇടപഴകലാണ്. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും പറയുകയാണ് നല്ല, അതല്ല. ഖാലിദിനെ സംബന്ധിച്ചോളം അടുത്ത് ഇടപഴകിയ ഒരാളുകൾക്കും അറിയാം ഖാലിദ് എന്താണെന്നുള്ളത്. മൊയ്തീൻ പറഞ്ഞ മാതിരി നമ്മൾ 92 ബാച്ച് SLC കഴിഞ്ഞതിന് ശേഷം ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസംഗമം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് നമ്മളൊരു ഓരോ ബാച്ചുകളും അതുപോലെ ക്ലാസ് ബേസ് ഒക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ നമ്മളെ ക്ലാസ്സിലല്ല ശരിക്കും ഖാലിദ് Fലാണ്. എന്നിട്ട് പോലും നമ്മൾ വേറെ 92 ബാച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ചെയ്യുന്ന ഒരാളാണ്. അതിന് പുറമെ നമ്മളെ സംഗമം കഴിഞ്ഞു, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വേണം, നമുക്കൊന്നും കൂടി കൂടണം എന്ന് ആഗ്രഹിച്ചപ്പം ഖാലിദിന്റെ സംസുവിന്റെ ഒക്കെ തലയിൽ നമ്മൾ 92 ബാച്ച് അടിസ്ഥാനത്തിൽ നമുക്കൊരു സംഗമം വെക്കണം. അതിന് മുന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ഖാലിദിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, നമുക്കിപ്പോൾ അത് പറയാൻ വാക്കുകളില്ല. ഏതായാലും ഖാലിദിന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഒമ്പ നഷ്ടമാണ്. അവന്റെ കുടുംബത്തിന് അതിലേറെ നഷ്ടമാണ്. നമ്മളെ സുഹൃത്തുക്കളായ നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിച്ചതാണ്. നമുക്ക് ഖാലിദിന് 1-2 കാര്യങ്ങൾ ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഖാലിദ് നമ്മളെ എന്തെങ്കിലും സംഗതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബമാണെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ആ അഭിപ്രായം സ്വന്തങ്ങൾ ചിലപ്പോൾ നമ്മളങ്ങനെ ചില കശപിശകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ മൈന്യൂട്ട് പ്രശ്നങ്ങൾ പോലും വളരെ സോഷ്യലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര ഒരു വ്യക്തി വേറെ ഇല്ല. കാരണം നമ്മൾ തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും, പല പ്രോഗ്രാമുകളിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഖാലിദിനെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ ഫാമിലിക്ക് ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യം. നമ്മളാ സംഗമത്തിൽ വന്ന എല്ലാവരും ഖാലിദിനെ അറിയാം. ഖാലിദും ബിനേഷും ആയിരുന്നു ആ പ്രോഗ്രാം കൈകാര്യം ചെയ്ത്, സ്റ്റേജ് മൊത്തം കൈകാര്യം ചെയ്ത്. അതൊക്കെ വളരെ മെയ്വഴക്കത്തോടു കൂടി ആ സമയം കഴിഞ്ഞിട്ടും ഓരോരുത്തർക്ക് അവസരങ്ങളൊക്കെ കൊടുത്ത് ഖാലിദിന്റെ കഴിവ് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഖാലിദിന്റെ വിയോഗം എന്ന് പറഞ്ഞാൽ വളരെ 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 നമുക്ക് നഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സംഗമം അല്ലെങ്കിൽ നമ്മളെ നാടിന് തന്നെ നഷ്ടമാണ്. പിന്നെ സംബന്ധിച്ചോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു യാത്രയിൽ ഖാലിദിനുമായി ബന്ധപ്പെട്ട് ഞാൻ ദുബായിൽ പോയപ്പോൾ ഖാലിദിനെ വളരെ നിർബന്ധിച്ച് അബുദാബിക്ക് വരാൻ പറഞ്ഞ് ആ ഒരു യാത്രയൊക്കെ ഉണ്ട്. വളരെ വളരെ നമ്മളൊരു ആതിഥ്യ മര്യാദ എങ്ങനെ ചെയ്യേണ്ടിയെന്നൊക്കെ നമ്മൾ ഖാലിദിനെ കണ്ട് പഠിക്കണം. ആ രീതിയിൽ ഇവിടുന്ന് പോയ പല ആൾ നമ്മളെ ബാച്ചിൽ നിന്ന് വേറെ കുട്ടികൾ പോയപ്പോൾ അവരോടൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൽക്കരിച്ച് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ആതിഥ്യ മര്യാദ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അത് നമുക്കറിയാം. ഖാലിദിന്റെ മയ്യത്ത് വന്നപ്പോൾ നാട്ടിലും ആ പള്ളി പരിസരത്തൊക്കെ ഉണ്ടായ ജനസമൂഹം അതോടാണ്. അപ്പൊ നമുക്ക് ഖാലിദിന് പറഞ്ഞ മാതിരി നമുക്ക് ചെയ്യാൻ പറ്റുക ഖാലിദിനെ നമ്മൾ എന്നും ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും ഒരു നമ്മളെ 92 ബാച്ച് എന്തെങ്കിലും ഒരു സംഗതി ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കല്ല, നമ്മളെ അടുത്ത് നിന്നുള്ള എന്തെങ്കിലും ഫണ്ട് വെച്ച് നമ്മൾ എന്തെങ്കിലും ഓർമ്മ, നമ്മൾ ഈ പ്രതീക്ഷ പോലത്തെ എന്തെങ്കിലും ഒരു പാലിയേറ്റീവിന് എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി അഭിപ്രായം വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ചടങ്ങിന് റഫീഖ് KP അധ്യക്ഷത വഹിച്ചു. PM ചെറിയത്, ഫക്രുദ്ദീൻ PVP, വിനീഷ്, ഷംസുദ്ദീൻ NM, ലത്തീഫ്, ഇല്യാസ്, അലീഷ CM, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മൊയ്തീൻ ഏറക്കുത്ത് സ്വാഗതവും അബൂബക്കർ CM നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.